അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗണേശൻ സാറിനൊപ്പമാണ്. എല്ലാവർക്കും നമ്മൾ പീരിമേഡിലെ എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം കഴിഞ്ഞ 4.5 വർഷക്കാലമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ വാഴൂർ സോമൻ്റെ PA ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. വികസന പ്രവർത്തനത്തിന് വാഴൂർ സോമനൊപ്പം MLAയുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഇപ്പം നമ്മുടെ പീരിമേഡ് സപ്ലൈ ഓഫീസറായിട്ട് ചുമതല ഏറ്റിരിക്കുകയാണ്. അപ്പം സാർ, എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ 30-ാം തീയതി മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസറായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട് പീരിമേഡ്. അപ്പോൾ ഇപ്പോൾ അറിയിക്കാൻ ഉള്ളത്, നമുക്ക് BPL കാർഡുകൾ, അതായത് വെള്ളക്കാർഡ്, നീലക്കാർഡ് കൈവശമുള്ള ആൾക്കാർക്ക് മുൻഗണനാ കാർഡാക്കി മാറ്റാനുള്ള അവസരം സർക്കാർ നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 20-ാം തീയതി വരെ ഓൺലൈനായിട്ട് ഇപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പം അത് തീർച്ചയായും അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീട് ഇല്ലാതിരിക്കണം. അതുപോലെ കുടുംബത്തിൻ്റെ മാസ വരുമാനം 25,000-ന് കുറവായിരിക്കണം. അതുപോലെ 1 ഏക്കർ കൂടുതൽ സ്ഥലം പാടില്ല. അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് പോയി അവർ BPL കുടുംബത്തിന് അർഹനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റും കൂടെ മേടിക്കുക, വരുമാന സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം വെച്ചുകൊണ്ട് അക്ഷയ സെൻറ്ററുകൾ വഴി ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പം അത് 20-ാം തീയതിയാണ് അതിനുള്ള സമയം നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. താങ്ക് യു. അതോടൊപ്പം സാർ, നമ്മുടെ ഈ 4 വർഷക്കാലമായിട്ട് നമ്മുടെ പീരിമേഡിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് സാർ കൂടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിന് തന്നെയാണ് ജനങ്ങളോട് നമുക്ക് പറയാനായിട്ടുള്ള ഇതിൻ്റെ? തീർച്ചയായും MLA സാറിൻ്റെ കൂടെ ഇരുന്നു 4 വർഷം നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടേഷനിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ സാറിനോടൊപ്പം നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നാൽ കഴിയാവുന്ന സപ്പോർട്ടും സഹകരണവും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എല്ലാ നാട്ടുകാരുടെയും, നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു. MLAയുടെ വിയോഗം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും താങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ ഇനി വരുന്ന ജനപ്രതിനിധികൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അതുതന്നെയാണ് പറയാനുള്ളത്. അതായത് നമ്മുടെ MLAയോടൊപ്പം നിന്ന് സാറ് പ്രവർത്തിച്ചു. പീരിമേഡിൻ്റെ വികസനത്തിന് ഒട്ടനവധിയായ കാര്യങ്ങളാണ് അദ്ദേഹം പേപ്പർ മുഖാന്തരം സെക്രട്ടേറിയറ്റിനും അതോടൊപ്പം തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും നടത്തിയിട്ടുള്ളത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വീണ്ടും വികസനത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് അദ്ദേഹം ജോലിയിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെത്തട്ട് കിടക്കുന്ന ആളുകൾക്ക് BPL-ലേക്ക് മാറ്റാൻ ഉള്ളൊരു അവസരമാണ് ഇപ്പം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും സപ്ലൈ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ അക്ഷയ സെൻറ്ററിലോ ചെല്ലണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഈ അവസരം എല്ലാവരും പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി വാർഡ് തലത്തിൽ അറിയിപ്പ് നൽകണമെന്നും കൂടെ അറിയിക്കുന്നു.